അങ്ങനെ നമുക്ക് ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? ഞാൻ ഇവിടുന്ന് സാമ്പാർ ഉണ്ടാക്കും. നീക്കുട്ടി എന്തുണ്ടാക്കും? നീക്കുട്ടിയുടെ കയ്യിലൊരു കിച്ചൺ സെറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നീ അവിടെ പല പല സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ അവിടെ നിന്നൊരു സാധനം ഉണ്ടാക്കും, നമുക്ക് സാമ്പാർ അപ്പൊ അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മള് ഈ ഒരു പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു പോർഷൻ, അതായത് പകുതിയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ട് ഈ ഒരു സാമ്പാർ പരിപ്പ് എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു 1 കപ്പ് ഓഫ് വാട്ടറിൽ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് അവിടെ റെഡി ആവുകയാണ്. ആ സമയത്ത് നമുക്ക് പച്ചക്കറി റെഡിയാക്കാം. അപ്പൊ എന്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഉള്ളത്. ടൊമാറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, പിന്നെ നമ്മുടെ മത്തങ്ങ ഉണ്ട്. ഞാൻ എന്തായാലും വെജിറ്റബിൾസ് ഒക്കെയാണ് കട്ട് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എണ്ണ ഒഴിക്കുവാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുവാണ്. മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കായം ഉണ്ടല്ലോ, കായം ഇടുവാണ്. ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തില് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കണം കേട്ടോ. നമ്മൾ സാമ്പാർ ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് പുളിയും കൂടി വേണേ. അപ്പൊ അതും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ സാമ്പാറിൽ ഇടേണ്ട മിക്സും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആ വിസിൽ പോയിട്ട് ആ ഒരു പ്രഷർ പോണം. അച്ഛക്ക് ABC ജ്യൂസ് മതി. അപ്പം നമുക്ക് ABC ജ്യൂസ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ഫസ്റ്റ് ആപ്പിൾ, B for beetroot, C for carrot. അപ്പൊ നമുക്ക് ABC ജ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും ബീട്രൂട്ട് ആണ് എടുത്തേക്കുന്നത്. ഇതാകെ കുറച്ചേ ഉള്ളൂ. ക്യാരറ്റും ആപ്പിളും ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട് ആകെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ്, ആപ്പിൾ, ബീട്രൂട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ ഉണ്ട്, A ഉണ്ട്, ആപ്പിൾ ഉണ്ട്, B ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, C ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അപ്പൊ ഇനി ഇത് മൂന്നും കൂടി, വേറെ ഒന്നും ചേർക്കൂല, ഷുഗർ ഇല്ല, ഹണി ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് വരാം. പിന്നെ ഇത് അരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കണം, അത് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഇങ്ങനെ മിൽക്ക് ഷേക്ക് പോലെയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അത് അതേപോലെ എടുത്ത് കുടിക്കാം. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഞാൻ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഓണറിന്റെ ഗ്ലാസ് ആണ്. നല്ല രസമല്ലേ കാണാൻ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല കേട്ടോ. അത് ഭയങ്കര ബീട്രൂട്ടിന്റെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല കേട്ടാ, കൊള്ളാം. എന്നുവെച്ചാ ബീട്രൂട്ടിന്റെ ഭയങ്കര ചവർപ്പൊന്നുമില്ല. ഒരു ആപ്പിളിന്റെയും ക്യാരറ്റിന്റെയും ടേസ്റ്റ് ആണ്, എന്നാ ബീട്രൂട്ടും ഉണ്ട്. സംഭവം കൊള്ളാം. ABC ജ്യൂസ്. അപ്പൊ ഞാൻ ഇതുകൊണ്ടേ കൊടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ കുക്കറിലെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ ഇനി സാമ്പാറിലേക്ക് ഈ നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറികൾ ഇടാൻ പോവാണ്. ജസ്റ്റ് പുളി മിക്സ് ചെയ്ത വെള്ളമാണ്, അതും കൊണ്ട് എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാട്ടോ, എന്തെങ്കിലും കുറവുണ്ടോന്നും. ഉപ്പ് ആഡ് ചെയ്യണം. പല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കാം. ഇപ്പൊ സെറ്റാണ്. ഇനി നമ്മുടെ പച്ചക്കറി എല്ലാം കൂടെ വെന്ത് ഒന്ന് സാമ്പാറിന് മിക്സ് ആയിട്ട് വരണം. ഞാൻ വീണ്ടും വിസിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 2 വിസിലിട്ടാൽ മതി. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ നീയുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നീ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി? ഇതെന്താ? ഇത് ബ്രെഡ് ഉപ്മാവാണോ? പിന്നെ എമ്മി ഡിഷിന് പേരില്ല? ഇല്ല. ഓക്കെ, ഫ്രൂട്ട് സലാഡാ.
ഓക്കെ നിയയുടെ സലാഡ്. ഓക്കെ നിയയുടെ ഫുഡ് ഇവിടെ റെഡിയാണ്. പിന്നെ എന്താ ഇതെന്താണ്? ബ്രെഡ് സാൻഡ്വിച്ച് അല്ലേ? ആ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി നിയ. സാൻഡ്വിച്ച് ഉണ്ടാക്കി. സാൻഡ്വിച്ച്. ആ പിന്നെ ഇതെന്ത് സൂപ്പ് അല്ലേ? അല്ല, ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ് അല്ലേ? ഓക്കെ ദിസ് വൺ സൂപ്പാണോ? അതല്ല, അതും ബീട്രൂട്ട് ജ്യൂസ്. 2 ജ്യൂസ് ഉണ്ടാക്കിയാ റെഡി ആയിരിക്കാണ് അല്ലേ? എന്തൊക്കെയുണ്ട് നിയ? സാൻഡ്വിച്ച്. നിയ ഇവിടെ ടോർച്ചൊക്കെ അടിച്ച് കാണിക്കുന്നു. സാൻഡ്വിച്ച് എനിക്ക്, അമ്മയ്ക്ക് പിന്നെ ബ്രെഡ് സലാഡ്. എനിക്ക് ടോർച്ച് വേണ്ട. സൂപ്പ് ടോർച്ച് മാറ്റിക്കോ ഓൾറെഡി. പിന്നെ ഇത് ജ്യൂസ്, ജ്യൂസ് ഹെൽത്തി ജ്യൂസ്, വിറ്റാമിൻ ജ്യൂസ്. താങ്ക് യു. നീ ABC ജ്യൂസ് ഉണ്ടാക്കി. ഞാൻ തീരെ കട്ടി കുറയ്ക്കുന്നില്ല, കാരണം നീയ 2 ദോശയാണ് കഴിക്കുന്നത്. അപ്പം തീരെ കട്ടി കുറച്ചാൽ എന്റെ വയറിലൊന്നും പോവില്ല. ചൂട് ദോശയുണ്ട്, ഞാനത് സാമ്പാർ ഇങ്ങനെ ഒഴിക്കുവാണേ. അപ്പൊ നമുക്ക് ദോശയും സാമ്പാറും കഴിച്ചു നോക്കാവേ. നീ എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറ. കഴിച്ചിട്ട് പറ കൊള്ളാമോ കൊള്ളൂലെന്ന്. കൊള്ളാം കൊള്ളാം. എരിവാണോ? അത്രക്ക് എരിവൊന്നുമില്ല. ഈ കൊച്ചിന് എരിവ് തീരെ പോവില്ല. എങ്ങനെയുണ്ട്? കൊള്ളാമോ മൊത്തത്തിൽ? ടേസ്റ്റ്? പക്ഷെ ടേസ്റ്റ് ഇല്ലേ? ഭയങ്കര എരിവൊന്നുമില്ല. നീക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ച് നീക്ക് എരിവ് തീരെ പറ്റുന്നില്ല. ദോശ എടുത്തിട്ട് സാമ്പാറിൽ നമുക്ക് ചെറിയ ഓംലെറ്റ് ഒക്കെ വേണമായിരുന്നു. കൊള്ളാം കൊള്ളാം. അപ്പൊ എല്ലാവർക്കും ബൈ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആട്ടോ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.